തൃശ്ശൂരിൽ എന്തായാലും പൊരിഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ്. ഓരോ പാർട്ടിക്കാരും കട്ടയ്ക്കാണ് പ്രചാരണത്തിലുള്ളത്. പക്ഷേ എല്ലാ പാർട്ടിക്കാരും എത്തുന്ന ഒരിടമുണ്ട് തൃശ്ശൂരിൽ. ആ ഇടത്തേക്കാണ് നമ്മുടെ യാത്ര. ഇതാണ് ആ പറഞ്ഞ സ്ഥലം. ഇവിടെ താമരയുണ്ട്, അരിവാൾ നെൽക്കതിരുണ്ട്, കൈപ്പത്തിയുണ്ട്, സുനിൽകുമാറുണ്ട്, മുരളീധരനുണ്ട്, രമ്യ ഹരിദാസ് ഉണ്ട്, സുരേഷ് ഗോപിയുണ്ട്. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെയുണ്ട്. തൃശ്ശൂർ പുത്തമ്പള്ളി റോഡിലുള്ള കേരള ഫാൻസി സ്റ്റോറാണ്. ഇവിടെ ഇതിൻ്റെ ഓണറായ ജമാലിക്ക് ഉണ്ട് നമ്മുടെ കൂടെ. ജമാലിക്ക്, എന്താണ് ഇങ്ങനൊരു അറേഞ്ച്മെന്റ്സ്? അതിനോടൊപ്പം തന്നെ എല്ലാ പാർട്ടിക്കാരും അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരേ സീസൺ വരുമ്പോൾ, ഇപ്പോൾ ഒരേ ക്രിസ്മസ് വരുമ്പോഴും ഓണം വന്നാലും എലക്ഷൻ വന്നാലും ഇങ്ങനെയുള്ള എല്ലാ വിശേഷത്തിനും നമ്മൾ ഇങ്ങനെ എല്ലാ ഡിസ്പ്ലേയും ചെയ്യാറുണ്ട്. എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ടോ? എല്ലാ പാർട്ടിക്കാരും. ഇപ്പോൾ ഇത് ഇവിടെ കേരളത്തിൻ്റെ ഒരു മുക്കിലും മൂലൊന്നും പാർട്ടിക്കാർ വരും. തൃശ്ശൂരിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന വേറൊരു കട ഞാൻ കണ്ടിട്ടില്ല. തൃശ്ശൂരിലല്ല, വേറെ കേരളത്തിൽ കാണില്ല ഇങ്ങനെ ഒരു ഡിസ്പ്ലേ കട. അത്രയും ഡിസ്പ്ലേ നമുക്ക് ഡിസ്പ്ലേന് മെയിൻ. ഇതെങ്ങനെ ഇവിടുന്ന് ബൾക്കായിട്ട് പാർട്ടിക്കാർ തന്നെ കൊണ്ടുപോകണം, അതോ സാധാരണ ആൾക്കാരൊക്കെ വാങ്ങി കൊണ്ടുപോകും? സാധാരണ ബൾക്കായിട്ട് കടക്കാർ കൊണ്ടുപോകും. ആലപ്പുഴ, എറണാകുളം, അതുപോലെ തലശ്ശേരിയിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഓരോ സാധനങ്ങൾ അയച്ചു കൊടുക്കും. പിന്നെ ബൾക്കായിട്ട് പാർട്ടിക്കാർ ഓരോ സാധനങ്ങളും ബനിയനായിട്ടും ഓരോ സാധനങ്ങളും ഓർഡർ തരും. അവിടെ നിന്ന് വന്ന് കൊണ്ടുപോകും. കൊടി ഇറങ്ങി എല്ലാ സാധനങ്ങളും അവർ പാർട്ടിക്കാർ വന്ന് കൊണ്ടുപോകും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പലവിധ രാഷ്ട്രീയം ഉണ്ടാവും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെയാണ് ഇടിച്ചു നിൽക്കുന്നത്? ഞങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും ആര് വന്നാലും ഒരേമാതിരി പെരുമാറും. ഞാൻ ഉറച്ച ഒരു രാഷ്ട്രീയക്കാരാണ്. പക്ഷെ നമുക്ക് ബിസിനസ്സാണ്. നമ്മളെ വ്യത്യാസമായിട്ട് ഒരാളെയും കാണാൻ പാടില്ല. ഏതാ മണ്ഡലം? ഏതാ? ഞാൻ ഈ മണ്ഡലക്കാരനാണ്. തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിൽ എങ്ങനെയുണ്ട് ഒരു പോരാട്ടം? എങ്ങനെയുണ്ട്? ചൂടായ പോരാട്ടം നല്ല LDF UDF നല്ല ചൂട് പ്രവർത്തനമാണ്. BJPക്കൊക്കെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ താമര വിരിയാൻ സാധ്യത ഉണ്ട് അവിടെ? അല്ല, അതിപ്പോ ഓരോരുത്തരുടെ മനസ്സിലിപ്പോൾ എന്തെന്ന് പറയാം. പറച്ചല് സുനിൽകുമാറാണ്, മുരളി എന്ന് പറയേണ്ടി. പക്ഷെ ഓരോരുത്തർ ആർക്കും ആ സമയത്ത് നമ്മൾ കുത്താന്ന് അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈ വിറച്ച് ചെയ്യും. ആ കൈ വിറച്ച് ചെയ്യുന്നതിനും മുന്നോടിയായിട്ട് ആ കൈ എത്തിക്കാനായുള്ള ഏത് സ്വിച്ചിലേക്കാണ് നമ്മുടെ വിരൽ പോകേണ്ടതെന്ന് അറിയിക്കാനും അല്ലെങ്കിൽ ആൾക്കാരെ അതിലേക്ക് പ്രേരിപ്പിക്കാനും വേണ്ട ഐറ്റങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത്. നല്ല അതിഗംഭീരമായ ഇവിടെ വിൽപ്പനയും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തി ഇതൊക്കെ കാണാനും നല്ല രസം തന്നെയാണ്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ എത്തി ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നുമുണ്ട്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഈസ്റ്റർ ദിന ആശംസകൾ നേരുകയാണ്. തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂർ വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ എല്ലാ പാർട്ടിക്കാരും ഒന്നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സ്ഥലം, അല്ല പാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സ്ഥലം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് ആ സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ? അതായത് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോരോ പുതിയ ഐറ്റങ്ങൾ എന്തായാലും പല പാർട്ടിക്കാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചാരണ രംഗത്തേക്കെല്ലാം ഇറക്കാറുണ്ട്. അങ്ങനെ ഈ വർഷവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ പുതിയ എന്തെങ്കിലും ഐറ്റങ്ങൾ ഇങ്ങനെ പ്രചാരണ രംഗത്തേക്ക് ഇറക്കുമ്പോൾ ആദ്യം ഇവരൊക്കെ വന്നെത്തുന്നത് ഇത്തവണ എന്താണ് പുതിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ പാർട്ടിക്കാർക്കും വന്ന് വാങ്ങാൻ സാധിക്കുന്ന ഒരിടം. അതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചിഹ്നത്തിൽ ലൈറ്റെല്ലാം വെച്ച്, നിയോൺ ലൈറ്റെല്ലാം വെച്ചുള്ള അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ, ഓരോ പാർട്ടിയുടെയും ചിഹ്നങ്ങൾ. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള തോരണങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലുള്ള ഒരു കടയാണ് എങ്കിൽ പോലും അവിടെ ചാലക്കുടി മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ ഉണ്ട്, ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഉണ്ട്, അങ്ങനെ എല്ലാ തൃശ്ശൂരിലെ ഉണ്ട്. അങ്ങനെ പല
സ്ഥാനാർത്ഥികളുടെയും ചിഹ്നങ്ങളും കൂടാതെ അവരുടെ ഫോട്ടോ വെച്ചുള്ള തോരണങ്ങളും അങ്ങനെ പല ഇതുമുണ്ട്. എന്തായാലും ഈ എല്ലാവർക്കും ആ ഒരു കട കാണുമ്പോൾ കൗതുകമാണ്. കാരണം ഈ കട എന്ന് പറയുന്നത് പുത്തമ്പള്ളിക്ക് അടുത്താണ് തൃശ്ശൂരിലെ പ്രധാന മാർക്കറ്റ് എല്ലാം തന്നെ. അതായത് എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലമെന്ന് ഞങ്ങളെല്ലാം തൃശ്ശൂർക്കാരെല്ലാം പറയുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ ഈ കട കാണുമ്പോൾ ഒരു പ്രചരണവും കാര്യങ്ങളൊക്കെ കൊഴുക്കുകയാണ്. അതിനൊപ്പം തന്നെ അതിന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് മേനി കൊഴുപ്പിക്കാനുള്ള കടകളും ഒക്കെ റെഡിയാണ്.